തുടങ്ങാം. ഇനി നടക്കപ്പുറത്ത് യുദ്ധം. ഇങ്ങനെ പേടിക്കലടാ. വെട്ടാനല്ല ഞാൻ പറഞ്ഞു, അരിയാനാ. ഇങ്ങനെ ഉള്ളി പിടിക്കാൻ പോലും ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഒന്നുകൂടെ പ്ലീസ്. വെട്ടാനല്ല, കത്തി പിടിച്ചേക്കുന്ന വെട്ടുന്നതാണ്. അവിടെ കത്തി ആരോ വെച്ച് താഴെ ഇങ്ങനെയൊന്നും അല്ലടാ. അച്ഛനും അമ്മയ്ക്ക് അടി കൊടുത്താണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നമ്മളെന്താ കുക്ക് ചെയ്യാൻ പോകുന്നത്? ബിരിയാണിയുടെ പേര് കരിക്കിൻ ബിരിയാണി. എന്റെ പോലോ. റൈസ് എത്ര മിനിറ്റായി? റൈസ് 5. കണക്കാൻ കാണാൻ തെറ്റിയ ഓടിച്ചിട്ടിരിക്കും ഞാൻ. നല്ലൊരു മണമൊക്കെ വരുന്നത്. ഭഗവാനെ ഊർജ്ജം, ശക്തിയും, സമാധാനവും, സന്തോഷം, സമൃദ്ധിയും. ഒരൊലക്ക കിട്ടുമോ? വിറയലുണ്ട് 6 മണി കഴിഞ്ഞ് വിറയലുണ്ട്. ഇത് ഞാൻ ഒഴിക്കാം. വേണ്ട. എന്താ ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ്? ആടിലോടകം, കുറുന്തോട്ടി, നായിക്കുറുണ, ഇങ്ങനെയുള്ള 18 പച്ചമരുന്നുകൾ ഇടിച്ച് അല്ല മണപ്പിച്ച് നോക്കുക. അതല്ലേ നോക്ക്, വല്ല മുളകൊടിയുടെ മല്ലിപ്പൊടിയുടെ മണം ഉണ്ടോ നോക്ക്. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ മണമില്ല. തിളയ്ക്കുമ്പോ എന്താ സംഭവിക്കുക? എന്റെ വീട്ടിൽ അധികം ഞങ്ങൾ ഉള്ളി ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. ജെയിൻ ഫാമിലിയാണോ? വെജിറ്റബിൾസ് അങ്ങനെ അധികം ഉപയോഗിക്കാറ് ഇല്ല. അല്ല, ഞങ്ങൾ മെയിൻലി എന്താ വെച്ചാൽ അങ്ങനെ ഒന്നും കട്ട് ചെയ്യാറില്ല, ഡയറക്റ്റ്. ഒരു പ്രത്യേക ജീവിതല്ലേ. കാനിബൽസ് ആണോ? ഇതിനൊക്കെ എവിടുന്ന് കിട്ടിയേ? ഇഡ്ഡലി കുട്ടത്തിനകത്ത്. ഇഡ്ഡലി കുട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പുട്ടൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന സാധനമില്ലേ? അതല്ലേ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അൺറാപ്പ് ചെയ്യും നമ്മൾ. എന്ത് പറയാ, തോണ്ടിയിടുന്നു എന്ന് പറയും. വാരി കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട, ചവച്ച് കഴിക്കുക. ആ ക്യാമറമാൻമാര് വെള്ളം ഇറക്കി വയറിളക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിച്ചു. ഒറ്റ സിപ്പൊന്നും ടക്കീലല്ല. കൊച്ചിന് കുക്കിംഗ് അറിയില്ല. കിട്ടിയ ഉടനെ ബോട്ടം സോപ്പാണോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹലോ ഗൈസ്, നിങ്ങൾ വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? നിങ്ങളൊരു ക്രേസി ഫുഡിയാണോ? എങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ റൈറ്റ് ആളുടെ അടുത്താണ്. ദി ഷെഫ് ഹു കുക്സ് വിത്ത് ലവ്, ഷെഫ് നളിൻ. വി ആർ ഹിയർ ടു മീറ്റ് ഹിം. നമുക്ക് പോയിട്ട് ലെറ്റ്സ് സീ വാട്ട് ഹി ഈസ് കുക്കിംഗ്. കം ഓൺ ഷെഫ്, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എന്തായാലും ശരിക്കും ഷെഫിനോടൊന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനും കൂടി വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷൻ ഇപ്പൊ നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ബ്രീത്ത് എടുത്തോട്ടെ, കാരണം എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. കാരണം ഞാൻ ഷെഫിന്റെ അടുത്ത് അറിയാതെ ഞാൻ പറഞ്ഞു എനിക്ക് കുക്കിംഗ് അറിയില്ല. ഷെഫ് പറഞ്ഞു അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഇന്ന് നമ്മൾ എന്താ ഷെഫ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ആക്ച്വലി മലേഷ്യൻ, ഇന്തോനേഷ്യൻ കുലിനറി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ കരിക്കിൻ, അതായത് ടെൻഡർ കോക്കനട്ട് വെച്ച് അവർ കുക്ക് ചെയ്യും. അവർ ബേസിക്കലി ചിക്കൻ കറി വെക്കും, തായ് റിലേറ്റഡ് കറി വെക്കും. മലേഷ്യയിൽ ബിരിയാണി ഉണ്ട്. ഇതിനെ നമ്മൾ പരിവർത്തനം ചെയ്തു. കാരണം നമ്മളൊക്കെ ഏഷ്യൻ ബ്ലഡാണ്, എത്രയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ദ്രവീഡിയൻസ് ആണ്. നമ്മൾ ഏഷ്യൻ വേ ഓഫ് കുലിനറി എടുത്തിട്ട്, അതിൽ ഏഷ്യൻ വേ ഓഫ് കിസീൻ എടുത്തിട്ട് നമ്മളെ ബ്ലഡ് ഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ നമ്മളെ സെൽസ് ഹാപ്പി ആവുന്നത് ഏഷ്യൻ കുലിനറി ഓഫ് ഫുഡ് കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ ട്രാവലിൽ ഇപ്പോൾ ഫിലിപ്പീൻസ്, ഇല്ലെങ്കിൽ മലേഷ്യ, ഇല്ലെങ്കിൽ ഇന്തോനേഷ്യ, അങ്ങനെ ചൈന തന്നെ 5 years ഉണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സുണ്ട്. അതെടുത്തിട്ട് കേരളീയൻ കുലിനറിക്ക് ഒരു സൗന്ദര്യം കൂട്ടാം. അങ്ങനെ കരിക്കിൻ ബിരിയാണി എന്ന് പറയുന്നത് കരിക്കിൻ ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കരിക്കിൻ ബിരിയാണി. അതെ. ഇത് ഷെഫ് ഇൻവെന്റ് ചെയ്ത ഡിഷാണോ? ഞാൻ ഇൻവെന്റ് ചെയ്തതല്ല, ഞാൻ പരിവർത്തനം ചെയ്ത ഡിഷ്, അപ്ഡേറ്റ് ചെയ്ത്. ആക്ച്വലി ഇതൊരു തായ് അല്ലെങ്കിൽ ഒരു മലേഷ്യൻ കിസീന്റെ ഒരു പരിവർത്തനമാണ്. മനസ്സിലായോ? അപ്പൊ ട്രിബ്യൂട്ട് അവർക്ക് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അടിച്ചു മാറ്റി. എങ്ങനെ നമ്മൾ ഇതിന്റെ പ്രോസസ് തന്നെ ഞാൻ ദക്ഷിണ വെച്ച് ആസ്വദിക്കണം. അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യത്തില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതാണ് നമ്മളുടെ നൈഫ് കിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മലപ്പുറം കത്തിയോട്ട് മോഡേൺ മെഷീൻ ഗണ്ണ് വരെ ഉണ്ട്. തുടങ്ങാം. ഇതിൽ ഏത് നൈഫ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് സുഖമായതുകൊണ്ട് അല്ല, അതും വലുതാണ്. ഇതായിരിക്കും നന്നായിരിക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ധാരാളം. അപ്പൊ സവാള കട്ട് ചെയ്ത് തുടങ്ങാം. നൈഫ് ഓടിക്കാൻ അറിയാമോ? പഠിക്കാം. വെരി ഗുഡ്. ആദ്യം നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യണം. ബിരിയാണി റൈസ് ആണ്, കണ്ടോ? റൈസ് നമ്മളൊരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ അതാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഹെയർ ക്യാപ്പ് ഇടണം.
ക്യാപ്പ് ഇട്ടിട്ട് വന്നോളൂ. നമ്മൾ റൈസ് വയ്ക്കാൻ പോവാണ്. Okay. അപ്പം ഇതാണ് റൈസ്. നമ്മൾ അത്യാവശ്യം ഒരാൾക്കുള്ള റൈസാണ്. അങ്ങനെ ഡാമേജ് തിരിച്ച് ഇവരെ എല്ലാവരുടെയും ആഗ്രഹം സുധിയെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കണം. വിഷയം വേണമെന്നല്ല, അവർക്ക് എന്തോ വലുത് വരാനുണ്ടായിരുന്നു. അതോടുകൂടി തീർന്നു. ആണല്ലേ? ആയിക്കോട്ടെ. ഇതാണ് ചിക്കൻ. ഓക്കെ, എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കോണം. നമ്മളിത് വെർമസെലിയാണ്. അതെ. അപ്പോൾ ആദ്യം പാൻ ചൂടായെന്ന് ഇങ്ങനെ നോക്കി കഴിച്ചു നോക്കി. ആയോ? അപ്പോൾ നമ്മൾ പാനിലേക്ക് ആദ്യം ഗീ ഒഴിച്ചു. തീ ഒന്ന് കുറച്ച് വെക്കാം. ബിരിയാണി വെക്കാൻ പോവാണ്. എന്തായിട്ടെ വെർമസെലി കുക്കിംഗ് അറിയാമെന്നാ പറഞ്ഞേ? അല്ല, പെട്ടെന്ന് എനിക്ക് കുറെ സാധനം ശ്രദ്ധിക്കുന്നതേ. ആണല്ലേ? കൊള്ളാം. ഇതെന്താ പറയൂ. പട്ട. അതറിയാം. അറിയാം, ഇതെല്ലാം എനിക്കറിയാം. ബേ ലീഫ്. ഏലക്ക. കുറച്ച് കുരുമുളക്. പെരുംജീരകം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പെരുംജീരകം. കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റോസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റോസ്റ്റിംഗ് അറിയാവുന്ന പണി കൊടുക്കാൻ പോകുന്നില്ല. അല്ല ഞാൻ പറഞ്ഞ പണി കൊടുക്കാൻ. ചൂടായോ? എങ്ങനെ അറിയാം? കറക്റ്റ് അല്ലേ? ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോ എന്താ സംഭവിക്കുക? പറയൂ. എന്താ സംഭവിക്കുക? വെള്ളം ചൂടാകുമ്പോഴല്ലേ കുട്ടി തിളയ്ക്കുന്നേ. ഭഗവാനെ എന്നോട് ക്ഷമിക്കുക. ഇതെന്താ? ഫ്രൈഡ് ആനിയൻസ്. ഒരു സന്തോഷത്തിൽ. ഓക്കെ, തിളയ്ക്കാൻ നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ബാക്കി പരിപാടി. അത്യാവശ്യം നമ്മൾ സോൾട്ട് ഇടാൻ പോവാണ്. വെള്ളം തിളയ്ക്കാൻ. ഞാൻ പറഞ്ഞ ചിക്കനകത്ത് ഇടത്തില്ല എന്നല്ലേ? സോൾട്ട് ഇട്ടേ. മതിയാവോ? കുക്കിംഗ് അറിയാവുന്ന ഉറപ്പാ? സുധി പറഞ്ഞത് കൊണ്ട് കുറച്ചെണ്ണം സോൾട്ട് തിരിച്ചു കൊടുത്തു വിടുന്നേ. ആരവിടെ? സോൾട്ട് കൊണ്ടുപോകും. സോൾട്ട് തിരിച്ചു കൊടുത്തു വിട്ടേ. സോൾട്ട് ഇല്ല. ഇനി നമ്മൾ സോൾട്ട് സ്ഥാനം ഇല്ല. ഉപ്പില്ല. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ബിഗിൻ. ഇതാണ് അനിയൻ. ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഈ സാധനം എടുത്ത് കളഞ്ഞു. വീട്ടിൽ കളറുണ്ടോ? പിന്നെന്താ പറയാ ഇംഗ്ലീഷിൽ? പ്രിൻസിപ്പൾ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. പ്രത്യേകിച്ച് എന്താ പറയാ ഇംഗ്ലീഷിൽ? എന്താ പറയാ? ഇന്ന് തെളിയിക്കും ഞാൻ. ഏതാ സ്കൂള്? പോയിട്ടില്ലേ? അല്ലല്ല, എനിക്ക് ഞാൻ ഈ ക്ലാസ് മിസ്സായി. അന്ന് ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ബാക്കി എന്താ പറഞ്ഞ ഇതിന് സ്റ്റെം എന്നാ പറയാ. ഓ റൈറ്റ്. അത് ഞാൻ സത്യമുള്ളത് എനിക്ക് അറിയാൻ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ ഒരു പേര് വല്ലതും ഉണ്ടോ എന്ന്. സ്റ്റെം ഒരു സാധാ പേരല്ലേ? ടെക്നിക്കലി എന്തെങ്കിലും പേര് ഞാൻ അങ്ങനെ വിചാരിച്ചു പറയാറുണ്ട്. സയന്റിഫിക് പേര്. ഈ ഉള്ളി അരിയുന്ന ശ്രദ്ധിച്ചോ. ഓക്കെ, ഇനി ഇതിനകത്ത് 2 സവാള എടുത്ത് അരിഞ്ഞ 2 പീസ് എടുത്ത് എടുക്കൂ. അതിന്റെ തിക്നെസ് നോക്കൂ. തിക്നെസ് നോക്കിയാൽ മതി. വിറയിലുണ്ടോ? 6 മണി ആയതുകൊണ്ടാണോ? 6 മണിയായോ? അല്ലേ? അതേ തിക്നെസ്സിൽ എനിക്ക് കിട്ടണം കേട്ടോ. സീ ഗൈസ് അല്ല. അല്ല ഷെഫ്, ഇത് ഒരു വശം കാട്ടില്ല. ഒരു വശം ശ്രദ്ധിച്ചു നോക്കുക. കണ്ടോ? അത് തിക്നെസ് നോക്ക്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി. ഇത് അടുത്ത സ്ഥലം അവിടെ. വെള്ളം തിളച്ചേ. അയ്യോ, അരിയിടാൻ പോകും. നമ്മളെന്താ കുക്ക് ചെയ്യാൻ പോകുന്നത്? ബിരിയാണി. ബിരിയാണിയുടെ പേര് കരിക്കിൻ ബിരിയാണി. എന്റെ പൊന്നോ, ആ പരിപാടി കഴിയോ? നമ്മൾ ഇളക്കുന്നു. സമയം എത്രയായി? 6:25. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ കാണാം. ഇനിയിപ്പോൾ സുധിയെ നമ്മൾ കട്ടിങ് പഠിപ്പിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. സുധി കട്ട് ചെയ്യാൻ പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സുധി എന്നോട് സാധിച്ചു. ഉണ്ട്. ഇവിടെ ഈ ക്യാമറയുടെ ബാക്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു. തുടങ്ങിക്കോ. ചെറിയ കത്തിയോ? വെട്ടാനല്ല ഞാൻ പറഞ്ഞു, അരിയാനാ. വെട്ടാനല്ല, കത്തി പിടിച്ചേക്കുന്ന വെട്ടുന്നതാണ്. അവിടെ കത്തി ആരോ വെച്ച് താഴെ കത്തി കഴിഞ്ഞില്ല. ഇങ്ങനെ പിടിക്കണം. നമ്മളിങ്ങനെ വെട്ടാനാ. വെട്ടാനല്ല നമ്മൾ പോകുന്നത്, നമ്മൾ അരിയാനാ പോകുന്നത്. എന്താ പറയാ? ഈ വിരലരിയാനല്ല പറഞ്ഞേ. ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ വെച്ചാൽ വിരലും കൂടെ അരിയും. ഞാൻ ഫിംഗർ കോക്കനട്ട് ബിരിയാണി അല്ല വെക്കുന്നത്. ചിക്കൻ കോക്കനട്ട് ബിരിയാണിയാണ്. എൻ്റെ കോക്കനട്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളി പിടിക്കാൻ പോലും അറിയില്ല. എൻ്റെ ഭഗവാനെ, ഇങ്ങനെ ശ്രദ്ധിച്ച് വയ്ക്കണം. ആദ്യം ഉള്ളി പിടിക്കാൻ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇത് ഫിംഗർ കൂടെ കട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ പ്ലീസ്.
ഒന്ന് എൻജോയ് ചെയ്യൂ. ഒരു minute. പ്രാർത്ഥിച്ചോണം, ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങോട്ടേ ഒന്ന് ഭഗവാനെ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും തുടങ്ങി. യശോദേ. ആ വിരല് പിന്നെയും കറക്റ്റായിട്ടല്ല പിടിക്കുന്നത്. കറക്റ്റായിട്ട് പിടിക്കൂ. എന്താ ഭഗവാൻ. ആ ഇപ്പൊ കറക്റ്റ്. ഒരു minute. ഉള്ളി അരിഞ്ഞിരിക്കുകയാണ്. ഇല്ല, അത് മോട്ടിവേഷൻ തോന്നല്ലേ? അതെ. അല്ല അത് കണക്കാ, എന്റെ ഒരു പീസ് ആയിട്ട് കണക്കാ. സോറി. ഒരു ചോറിൽ കിട്ടും. അവിടെ എനിക്ക് വെള്ളം തരും. ഉള്ളി അരിയുന്ന വിരലൊക്കെ വെച്ചിട്ടേ എനിക്കിങ്ങനെ കത്തി കാണുമെങ്കിൽ പെട്ടെന്ന് ഒരു ഇത് വരും, ഒരു പേടി. അതല്ലേ ചിക്കൻ ബിരിയാണി കാണാൻ പേടി വരാം. ഇല്ല, അതിൽ കത്തിയില്ലല്ലോ. അല്ല വിറയിലുണ്ട് 6 മണി കഴിഞ്ഞ് വിറയിലുണ്ട്. ക്യാമറ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വിരല് ഇങ്ങനെ പോയി. മതി സന്തോഷമായി വെച്ചത്. ഈ ഉള്ളിക്ക് ഇതിനും വലുത് എന്തെങ്കിലും വരാനുണ്ടോ? ഒന്നുമില്ല. ഇല്ല, ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് അരിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. സേഫ് നോക്കി. ജീവിതത്തിൽ നിന്റെ മുമ്പിൽ ഒരു ഉള്ളിയായിട്ട് പോലും ജനിക്കാൻ പാടില്ല താങ്കളുടെ. ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഷെഫിനത് ആയിക്കോട്ടെ. അച്ഛനും അമ്മയും ഇത് കാണുന്നുണ്ടെങ്കിൽ അയ്യോ ഇത് ഞാൻ അവരെ ഇതിനൊക്കെ എവിടെങ്കിലും കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് മര്യാദ ക്ലാസ് എടുത്ത് വിടും. ഇല്ല, എന്റെ ഹസ്ബൻഡിനെ അവിടെ കൊണ്ട് വിടുന്നതായിരിക്കും. ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്തോ വലുത് വരായിരുന്ന ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം എത്ര മിനിറ്റ് ആയി? അയ്യോ ഇല്ല, 10 മിനിറ്റ് ആയോ? ഇല്ല ഇനിയുണ്ട് 7 minutes. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി. ഓക്കെ. മണമൊക്കെ വരുന്നുണ്ടോ? ചിക്കനിലേക്ക് കിടക്കണ്ടേ? അടുപ്പ് കത്തിക്കാൻ അറിയാമോ? അറിയാം. കത്തിച്ച്. ആരാ പറഞ്ഞ കൊച്ചിന് അടുപ്പ് കത്തിക്കാൻ അറിയില്ല? മേലെ കൊച്ചിനെ പറ്റി സംസാരിക്കാൻ പാടില്ല. ഉള്ള ആരും പറയാം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പറഞ്ഞത് എനിക്കറിയാവുന്നത്. ആണോ? ശരി, ആയിക്കോട്ടെ. അല്ല ഞാൻ വിശ്വസിക്കത്തില്ലല്ലോ. ഞാൻ ഈ ഉള്ളി ഇവിടെ വെച്ചേക്കുന്നത്. ആരവിടെ ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കണേ മെമ്മറി. ചാനലിന്റെ പേരെന്തോ ലൈഫ് നെറ്റ് ടി വിയിലെ എന്തോ കോമ്പറർ വന്നിട്ട് ഈ ഉള്ളിയെ വെട്ടിക്കൊന്നാൻ ശ്രമിച്ചു. അതിന്റെ വീട്ടിലധികം ഞങ്ങൾ ഉള്ളി ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. ജെയിൻ ഫാമിലിയാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാന്താരി മുളക് കൊണ്ടുവരാം. അത് ഉപയോഗിക്കാറുണ്ടോ? കുറവാ, തീരെ വെജിറ്റബിൾസ് അങ്ങനെ അധികം ഉപയോഗിക്കാറ് ഇല്ല. അല്ല ഞങ്ങൾ മെയിൻലി എന്താന്ന് വെച്ചാ അങ്ങനെ ഒന്നും കട്ട് ചെയ്യാറില്ല, ഡയറക്റ്റ് പച്ചക്കും കടിച്ചില്ല. അതെ, അത് കാനിബൽസ് ആണോ ഇതിനൊക്കെ എവിടുന്ന് കിട്ടിയേ? അപ്പൊ റൈസ് റെഡി ആവുന്നു. നമ്മൾ ചിക്കനിലേക്ക് കടക്കാം. ഇനി അടുത്ത എന്തൊക്കെ കാണണോ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് ഷെഫ്. ആയിക്കോട്ടെ, ഇത് ഞാൻ ഒഴിക്കാം. വേണ്ട, ഞാൻ ഒഴിച്ചോളൂ. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി വെക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അത് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിൽ ചിക്കൻ കഴിക്കാറുണ്ടോ? ചിക്കൻ കഴിക്കാറുണ്ട്, മേടിച്ച് കഴിക്കാറുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമല്ലോ അല്ലേ? ആ ഉപയോഗിക്കാം. അതാ ഞാനത് ആഡ് ചെയ്യാൻ റെഡി. റൈസ് എത്ര മിനിറ്റ് ആയി? റൈസ് 5 minutes ആണോ? കണക്കാൻ കാണാൻ തെറ്റിയ ഓടിച്ചിട്ടിടിക്കുക ഞാൻ. നേരത്തെ പറഞ്ഞ് 8 മിനിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 3 മിനിറ്റ് കഴിഞ്ഞോളൂ. അത് കഴിഞ്ഞ് 3 മിനിറ്റ് ആയോ? അല്ല സോറി, അതെ 3 മിനിറ്റ്, അപ്പൊ 5 മിനിറ്റ് ബാക്കി. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ടൈമാണ്. എന്റെ സമയം നന്നാവോ? എന്റെ സമയം ശരിയല്ല. അപ്പൊ ചൂടായില്ലേ? വേന തന്നെ എന്താ ഇടുന്നത്? ഇതിനകത്ത് ഇനി കറിവേപ്പില. അത് കണ്ടുപിടിച്ച്. അതെ, താങ്ക് യു. ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. തരാത്ത വേറൊന്നും കൊണ്ടല്ല, വെളുത്തുള്ളി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാത്രത്തോട് ഷെഫ് അല്ലേ ഇടാൻ. ഇത് പിടിച്ചോ, ഇട്ടോ, ഇതെങ്കിലും ഞാൻ ചെയ്യിപ്പിക്കണം ഭഗവാനെ. ഇനി നമ്മളിടാൻ പോകുന്നത് ജിഞ്ചർ. ഓക്കെ, ഇട്ടോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി വെളിച്ചെണ്ണയ്ക്ക് പോലും പിടിക്കുന്നില്ല. പറയാതാന്ന് പറയാം. എന്താ ചിക്കൻ പൊള്ളിയല്ലേ? അപ്പോൾ ഞങ്ങളെ പിള്ളേരൊക്കെ എന്തോ പറയണോ? ഓരോരുത്തർ ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് സോറി ഇതിന് ഉപ്പല്ല, ഇതിന് പഞ്ചസാര കൂടി പോയി, അടുക്കളയിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണ് പേശപ്പുറത്തോട്ട് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു അല്ല, പറയുന്നവന്മാർക്ക് ഇതൊരു പാഠമായിക്കോട്ടെ. റോസ്റ്റ് ചെയ്തോളൂ. റൈസ് എന്തായാലും കൊച്ചിനെടുത്ത സമയം നോക്കാൻ പറ. അയ്യോ ഇല്ല, ഇനിയുണ്ട് ഷെഫ്. 4 മിനിറ്റ്. എത്ര മിനിറ്റ് ആയിരുന്നു നോക്കിയാണോ?
അതിളക്കി ഇത് വെച്ചോ ഇളക്കാവുന്നില്ല. അല്ല ഇളക്ക് ഇത് തന്നില്ല എനിക്ക്. ചിക്കൻ ഇളക്കാൻ പോയതാ. ഇല്ല. ആ ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടോ? ഇല്ല, ഇതിൽ നമ്മൾ ഉപ്പിട്ടില്ല. ഇടില്ല. അപ്പൊ താങ്കൾ പറഞ്ഞ കരിവേപ്പില നമ്മൾ അതിലൊക്കെ ഇടുക ഓക്കെ. അല്ലേ? ഇത് ഞാൻ പറഞ്ഞ നേരത്തെ കറിവേപ്പില നമ്മൾ ഇടുന്നു. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ എനിക്ക് മനസ്സിലാവാത്ത സാധാരണ നമ്മൾ ഒരു സാധനം ഇളക്കുന്ന ഈ അറ്റന്ന് അങ്ങേയറ്റം, ആ അറ്റന്ന് ഇങ്ങേറ്റം, ഇല്ലേ വലത്തോ ഇല്ലേ ഇടത്തോ ഇല്ലെങ്കിൽ ഇങ്ങനെ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവും. അല്ല ഞാൻ അതിങ്ങനെ ഓരോ പീസായിട്ട് ഞാൻ ഇങ്ങനെ അത് നല്ല ഒന്ന് കാണിച്ചോ അല്ല പ്ലീസ്. ഇത് പ്രത്യേകം എടുത്തോണം. അല്ലല്ല ഇത് ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നില്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പം ഇതൊക്കെ ഓർക്കും. ഇനി എല്ലാം പാവപ്പെട്ട അടുക്കളക്കാരൻ അകത്ത് കടന്ന് കഷ്ടപ്പെട്ടാണ് നമുക്ക് ബിരിയാണി ഇനി ഓരോ ചിക്കൻ ബിരിയാണിയുടെ മുമ്പിൽ എണീറ്റ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാവൂ. പിന്നെന്താ, ഇത് നെയ്യാണ് ഓക്കെ. അല്ലേ? നമ്മൾ എണ്ണയും നെയ്യും രണ്ടും കൂടെ ആഡ് ചെയ്യണം. വേണമെങ്കിൽ ഇവിടെ ബാക്കി ഇരുന്ന് ഒന്നങ്ങ് ആഡ് ചെയ്യാന്ന് വെച്ചു. ഇതെന്താ സാധനം? കാന്താരി മുളക്. കാന്താരി മുളക് ഇഷ്ടമാണോ? കേട്ടോ, കാന്താരി മുളക് ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതി എന്ന് പറയുന്ന വ്യക്തിത്വം വളരെ മനോഹരമായി ചിക്കൻ ഇളക്കാൻ പഠിക്കുന്നതാണ്. അല്ല ഞാൻ പഠിച്ചിരുന്നു, പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ തലയിൽ 4 വെള്ളക്കം വീണത് കാരണം മറന്നു. അതുകൊണ്ട് ഇത് എന്റെ സ്റ്റൈൽ, ഞാൻ ചെയ്യുന്ന സ്റ്റൈലിൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഷെഫിന് പെട്ടെന്ന് മനസ്സിലായി. മക്കളുടെ കൊച്ചിനെ ചെയ്യാൻ വേണ്ടി അല്ല ഇനി വേണ്ട. ഒരു പ്രാവശ്യം നമ്മള് നമുക്ക് ഒന്നാമത് ഇല്ല ഷെഫിന് ഒന്നാമത് ഭയങ്കര തിരക്കാന്ന് എനിക്കറിയാം. അല്ല ഉണ്ട്. നമുക്ക് ഓരോന്നും ഓരോ പ്രാവശ്യം കാണിക്കാൻ പറ്റും. അല്ലേ? ഇതിനെന്താ പറയാ നിങ്ങളുടെ നാട്ടില്? തേങ്ങ. ഇതിനാണോ തേങ്ങാന്നോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് തേങ്ങാന്നല്ല, കോക്കനട്ട് ചിപ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. തേങ്ങാ കൊത്തെന്ന് പറയും. ഓക്കെ ഓക്കെ. അല്ല തേങ്ങ കൊത്ത്. തേങ്ങ എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്ന സാധനം. നമ്മുടെ വീട്ടിലങ്ങനെ നമ്മളങ്ങനെ ഭയങ്കര ഫോർമൽ നമ്മളത് ഉപയോഗിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ തേങ്ങ എടുത്തിട്ട് തേങ്ങ എടുത്തിടുമ്പോ താങ്കൾ ഇതാ എടുത്തോണ്ടേ കൊടുക്കുന്നത്. അല്ല ഇതാണ് ഉള്ളതെങ്കിൽ നമ്മൾ അപ്പൊ പറയും തേങ്ങ എന്ന് പറയും. മനസ്സിലായി. ഞങ്ങൾ ഫോർമലായിട്ട് അങ്ങനെ പറയാറില്ല. ശ്രുതിയുടെ വീട്ടിൽ തേങ്ങ എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ ശ്രുതി ഇതാണ് എടുത്തോണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് എടുത്ത് പറയണം ഇതല്ല. അല്ല അതെല്ലാം നമ്മളെല്ലാരും പറയില്ല. അങ്ങനെ നമ്മളിപ്പം ടെക്നിക്കലായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കില്ലല്ലോ. എന്തായിട്ട് ഭയങ്കര ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കില്ലല്ലോ. വയസ്സായില്ലേ? കളിയായില്ലേ? ഇപ്പൊ കറക്റ്റ്. അതല്ലേ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ. എന്റെ പൊന്നു സഹോ, ഈ ചിക്കന്റെ അവസ്ഥ നോക്കി ശ്രദ്ധിച്ചാണോ? ഈ ചിക്കന്റെ അവസ്ഥ ഉണ്ടോ? നീര് കുത്താൻ പാടില്ല. ആ ചിക്കൻ തന്നെ ചിരിക്കാൻ തുടങ്ങി അതിനകത്ത് കിടന്നു. അപ്പോൾ നമ്മളിനി അടുത്ത് അതിനകത്തോട്ട് ഷെഫിന്റെ ഒരു മാജിക് മസാല ആഡ് ചെയ്യും. ഇതിനെന്താ പറയാ? അതെ, മാജിക് മസാല. ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ആടിലോടകം കിടന്നുണ്ടോ, കുറുന്തോട്ടി, നായിക്കുറുണ ഇങ്ങനെയുള്ള 18 പച്ചമരുന്നുകൾ ഇടിച്ച് പ്രത്യേക സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ വെച്ച് ഉണക്കും. ഉണക്കിയതിന് ശേഷം നമ്മൾ ഇത് പൊടിക്കാൻ വിടും. എന്തുവിടും? അല്ല മണപ്പിച്ച് നോക്കുക. അതല്ലേ നോക്ക്, വല്ല മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ മണം ഉണ്ടോ നോക്ക്. ഇല്ല മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ മണമില്ല. സത്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ. പക്ഷെ അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇത് ഷെഫിന്റെ ട്രേഡ് മാർക്ക് സാധനമാണോ? അതാണോ പുറത്തു വരാതെ? ലൈക് സീക്രട്ട്? ഞാനിപ്പോ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് എന്താണെന്നറിയാൻ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ശ്രദ്ധിക്കും. എനിക്ക് വേണ്ട. ഇല്ല, ആ ക്രെഡിറ്റ് ഷെഫ് എടുത്തോ. എനിക്ക് വേണ്ട. അല്ല ഞാൻ ചെയ്യുന്ന ഇപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഷെഫ് സീക്രട്ട്. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, കുരുമുളക് പൊടിയില്ല, ഗരം മസാലയില്ല, ഉലുവപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല. അത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല. ഓക്കെ, അതല്ലേ ഇപ്പൊ കണ്ടത്. അല്ല ഞാൻ ശരിക്കും ഷെഫ് ഇത് റിവീൽ ചെയ്യില്ല. റിവീൽ ചെയ്യാൻ എങ്ങനെ? അത് മോശമല്ല. ഇല്ല, അപ്പൊ ഷെഫിന്റെ ഇവിടുത്തെ സീക്രട്ട് റെസിപ്പിയാണിത്. അങ്ങനെ പറയാം. അങ്ങനെ ഇവരെല്ലാരും പറയുന്നത് സീക്രട്ട് ആയിട്ട് തോന്നിയോ? ഇല്ല. അല്ല തോന്നി. ഇതിപ്പം മുളക് പൊടി മല്ലിപ്പൊടി അല്ലാത്ത സ്ഥിതിക്ക് ഇത് എന്താ എന്നങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വരും. ക്യൂരിയോസിറ്റി വരണം. ഇതെന്താ സാധനം അറിയാം? ഇപ്പൊ അരിഞ്ഞ സവാളയില്ല, അത് വേവിച്ചത്. അങ്ങനെ പണി കഴിയാലോ. നേരത്തെ നമ്മള് വേവിച്ചു വെച്ചു. ഫ്ലേവർ ഒക്കെ പിടിച്ചോണം. ലാസ്റ്റ് ബിരിയാണി കണ്ണു മുമ്പിലാ കുക്ക് ചെയ്ത്. ഇതുവരെ ഉപ്പിട്ടായിരുന്നോ? ഇല്ല, ഇതുവരെ നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. നമ്മള് ഷെഫിന്റെ പൊടികളുടെ കൂട്ടം എന്തൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. കുട്ടി ശ്രദ്ധിച്ചില്ല. അല്ലല്ല അത് ഞാൻ വിശ്വസിക്കില്ല. അത് ആടലോടകം അത്
പക്ഷെ ഷെഫ് അത് റിവീൽ ചെയ്യണം എന്താണ്. 6 മാസം ഇവിടെ ഫീസ് എന്ന് പഠിക്കുന്നവന്മാരത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതൊരു സാധനമാണ് അവർക്ക് മാത്രം കിട്ടുന്ന അല്ലേ? എക്സ്ക്ലൂസീവ്. അതെ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ഷെഫ് നലൻസ് അക്കാഡമി. അതെ, അവിടെ വന്ന് പഠിക്കണം. അതെ. ഓക്കെ. അടുത്ത അഡ്മിഷൻ ഞാൻ ശ്രുതിക്ക് കൊടുത്തു കഴിഞ്ഞു. എനിക്കോ? വേണ്ടേ? ഇവിടെ ഫീസ് ഒക്കെ എങ്ങനെ? ചെറിയ ഫീസല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന്റെ ഉപ്പുണ്ടോ നോക്കി. വെയിറ്റ് ചെയ്യും. പഞ്ചസാര ഈസ് വെരി ഇൻജൂരിയസ് ടു ഹെൽത്ത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൈ കാണിച്ചു. ആ നാക്കിലോട്ട് വെച്ച്. എന്താ ഇട്ടത്? പഞ്ചാര. അല്ലേ? ഇളക്കും. വളരെ ഇൻജൂരിയസ് ആണ്. അതുകൊണ്ട് മധുരം കഴിവതും ഒഴിവാക്കുക. നമ്മൾ ഒത്തിരി ഇട്ടുള്ളൂ. കുറച്ചുകൂടെ അല്ല ഞാൻ ചോദിക്കാൻ അത്ര ഇട്ടതിന്റെ അത്ര എന്തെങ്കിലും നമ്മൾ ഓരോന്നോരോന്ന് ഇടാതെ. ഇതിപ്പോ കരിക്ക് അല്ലേ? കരിക്കിടണ്ടേ? ആ കരിക്ക്. ഓ, ഇതാണ് നമ്മുടെ ലൈക് മെയിൻ സ്റ്റാർ ഇൻഗ്രീഡിയന്റ്. അതെ, കരിക്കിട്ടില്ലേ? ശ്രദ്ധിച്ചോണം, അതെ, കണ്ടു പഠിച്ചോണം. ഇപ്പൊ എന്താ നമ്മളിട്ടത്? കരിക്ക്. ഉപ്പുണ്ടോ നോക്ക്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. നോക്കുക, പിന്നെ മധുരം ഉണ്ടോ നോക്ക്. ആ, മധുരം നാക്കിലൊന്നും പറ്റിയില്ലല്ലോ. ഭയങ്കര ചൂട്. ഷെഫ് നോക്കൂ. ഞാൻ നോക്കുന്നതിന് എനിക്കറിയാം ഉണ്ടെന്ന്. ഇത് മീൻകറിക്ക് ഒഴിക്കുന്ന പുളി അറിയാലോ? ഓക്കെ ഓക്കെ. കൈ കാണിച്ചോളൂ. ഇനി നമ്മൾ പറ്റിച്ചൊന്നും അറിയില്ലല്ലോ. ഷെഫ് റിവീൽ ചെയ്തില്ല എന്നാണ് അല്ലേ? പുളിയല്ലേ? അല്ലേ? പുളി. ലോകത്താരെങ്കിലും ഒരു പുളി വെച്ച് ബിരിയാണി കഴിക്കുക. ദൈവം എന്നെ കൊണ്ട് ഞാൻ തന്നെ തോന്നും. പുളി ഉപയോഗിക്കാറില്ല അല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിക്കും. ഷെഫ് എങ്ങനെ ഈ ഒരു റെസിപ്പിയിലൂടെ എത്തി എങ്ങനെയാ പറഞ്ഞുതരാം. ഇത് പിടിച്ചു. അത് കഥയാണോ? ഇത് പിടിച്ചു. പിടിച്ചോ. തറയുടെ അടുത്ത് ഒട്ടിച്ചിട്ട് ഇടിക്കും ഞാൻ. ഇത് അപ്പുറത്തോട്ട് വെച്ച്. ആ, എന്തോ ചോദിച്ചത്? അതെ, ഷെഫ് എങ്ങനെയാണ് ഈ റെസിപ്പിയിലോട്ട് എത്തിയത്? എങ്ങനെ കണ്ടുപിടിച്ചു? എൻ്റെ അമ്മ ഒരു വൈദ്യര് കുടുംബത്തിലാണ്. ഓക്കെ. സോ ആയുർവേദ ഫാമിലി ഒരു 150-200 വർഷം പാരമ്പര്യമുള്ള ആയുർവേദ ഫാമിലിയിൽ ഒരു ഗീത എന്ന് പറയുന്ന മഹത്തായ ഒരു മഹാറാണിയുടെ മകനാണ് ഞാൻ. ഗീത സോൾ കിച്ചൺ ആണ് നമ്മുടെ. സോ എൻ്റെ അമ്മയുടെ കുക്കിംഗ് എല്ലാം ബേസിക്കലി ഇത് കണക്ക് ഹേർബ്സും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് അവരെന്നെ മുളക് പൊടി കൈ കാണിക്കും. കുറേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ടിട്ടുള്ള ടേസ്റ്റ് നോക്കാം. ഷെഫ് നമുക്ക് അല്ല, നമ്മൾ ഉപ്പിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് ചെറിയൊരു ഉപ്പിന്റെ ടേസ്റ്റ് വന്നല്ലേ? ഇതുവരെ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഇല്ല, ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഇടുമോ? ഇല്ലല്ലോ. ഇല്ല, അവസാനം വരെ നമ്മൾ ഉപ്പിടുന്നില്ല. ഉപ്പില്ലാത്ത ഡിഷാണത്. ലൈഫ് കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി മനസ്സിൽ ധ്യാനിച്ചു. മനസ്സിൽ ഓക്കെ. കൈ കാണിച്ചോ. ആയിക്കോട്ടെ. കരിക്കും വെള്ളം ആ കുട്ടിയെ ആണല്ലേ? തലവഴി എടുത്ത് കഴിച്ച് എന്തോ പറയാനാ. കരിക്കും വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു. ആണല്ലേ? അല്ല, ആവണം. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്ത് വെച്ച് ഇത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കണം അല്ലേ? സ്വീറ്റ് ആയിരിക്കണം. ഈ ബിരിയാണി സ്വീറ്റ് ആയിരിക്കണം. പക്ഷെ ഞാൻ ആക്ച്വലി സ്വീറ്റ് ബിരിയാണി അല്ല തരുന്നത്. ഞാൻ സ്വീറ്റ് ആയിട്ട് കുക്ക് ചെയ്യും. പക്ഷെ അത് കംപ്ലീറ്റ് വരുന്നത് സ്പൈസി ആയിട്ടാണ്. അതെന്താണെന്ന് ഇന്നും കണ്ടുപിടിക്കാനായിട്ട് ഇലോൺ മസ്ക് വിചാരിച്ചിട്ട് പോലും നടന്നില്ല. പിടിച്ചോ. അപ്പോൾ നമ്മളെ കരിക്കൻ ബിരിയാണിയുടെ ബേസിക്സ് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് വരുന്നൊരു ഫീൽ ഉണ്ടോ? ലൈക്ക് ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോ വേറൊരു, പിന്നെ ഓരോ സാധനം ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. മധുരമുണ്ടോ? മധുരമില്ല. മധുരം അങ്ങനെ ഫീൽ ചെയ്യണില്ല. ഇല്ലല്ലേ? മധുരം ഇട്ട മധുരം എവിടെ പോയി? അതെ, അലിഞ്ഞു പോയി. മധുരം അലിഞ്ഞു പോയി. അപ്പോൾ ബിരിയാണി റെഡിയായി. നമ്മൾ ദമ്മിടാൻ പോവാം. ശരിക്കും ദമ്മിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് ദമ്മിടുക. ബിരിയാണി ഇസ് റെഡി. ലെറ്റ്സ് ഫയർ അപ്പ്. ബിരിയാണി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബിരിയാണി ആയത്. നമ്മൾ ദമ്മിടണോ? അല്ല, ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നു. എന്നാൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വീണ്ടും ദമ്മിടും. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ലല്ലോ. ഇല്ല. എല്ലാവരും കണ്ടല്ലോ. ഇതുവരെ ഉപ്പിട്ടില്ല. മാജിക് കിങ് ഷെഫ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടായിരിക്കും. ഇതൊന്ന് പിടിച്ചു. അതെ, താങ്ക് യു. ഓ മൈ ഗോഡ്. ഓ നൈസ്. താങ്ക് യു. ദാറ്റ് സ്മെൽ. അതിൽ നിന്ന് ഒരു പിഞ്ച് സോൾട്ട് എടുക്ക്. ഓക്കേ ഗയ്സ്, നമ്മൾ സോൾട്ട് ഉപയോഗിക്കാൻ പോകണം. സോൾട്ട് ഉപയോഗിക്കും. ഈ കുട്ടിയുടെ കൊതി കണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനെ കംപ്ലീറ്റ് ഇതിനായിരുന്നു കണ്ടോ? ഓക്കെ. കൂടെ വെള്ളം വരുന്നുണ്ടോ? സൗണ്ട് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചു. ആൻസർ ചെയ്ത് ഞാൻ ഫില്ല് ചെയ്യട്ടോ? വേണ്ട,
റിസ്ക് എടുക്കാൻ വയ്യാത്ത ആകെ ഒരു കരിക്കേ ഉള്ളൂ. ഇത് അത് chef വേറെ എനിക്കൊന്നും ചെയ്യാൻ തന്നില്ല. തന്നില്ല. ഇല്ല ഞാൻ ഇത് ഞാൻ ചെയ്യും. ഷെഫ് യു ട്രസ്റ്റ് മീ വിത്ത് ദിസ്. ആണല്ലേ? ആ. ചൂടാണെന്ന് ഫുള്ളായാലോ കുറച്ച് കുറച്ചൊന്നുമില്ലേ? നീ ധൈര്യം നിറച്ച് ചൂടായെന്നും പറഞ്ഞ ഞങ്ങൾ തറയിലിട്ടാല. ചൂടാവും. അയ്യോ കുത്തി കളക്കരുത് ദൈവമേ. ഞാൻ ചിക്കൻ തോരനല്ല വെക്കുന്ന ബിരിയാണിയാ. എനിക്ക് കുറച്ച് ശ്രദ്ധ അങ്ങനെ ചെയ്യാൻ എല്ലാം ശ്രദ്ധിക്കുക. വളരെ ശ്രുതി ഇപ്പോൾ കരിക്കിനകത്ത് ബിരിയാണി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിറഞ്ഞല്ലേ? അപ്പൊ ഇനി ഇടാം. നോക്കാം നമുക്ക് നോക്കാം. അല്ലേ നിറഞ്ഞില്ലേ? ആ നിറഞ്ഞു. അതാണ് ഇടാൻ പറ്റുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ എന്താ ശ്രുതി? ഷെഫ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചോദിക്കണം. ചില ആൾക്കാർക്ക് കിച്ചൺ മേക്സ് ദം നെർവസ്. എന്ത് ചെയ്യും? അത് അച്ഛനും അമ്മയ്ക്ക് അടി കൊടുത്തു. നമ്മളത് വെള്ളമാണ്. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഓക്കെ. നമ്മൾ ഇതിനെ ഒന്ന് ദം ചെയ്യാം. ഓ ഇത് നമ്മൾ സെക്കൻഡ് ദം ചെയ്യണം. ഓക്കെ. നമ്മൾ ഫോയിൽ പേപ്പർ എടുക്കുന്നു. ഓക്കെ. നമുക്ക് ഇഡലി കൂട്ടത്തിലും വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് സ്റ്റീം ചെയ്തെടുക്കുന്ന പ്രശ്നം. ഇതിനകത്ത് ടോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇത് ആക്ച്വലി അതെ ഇങ്ങനെ ആയിക്കോളും. ഓക്കെ. ഇപ്പൊ ഷെഫ് നമ്മൾ 18 മിനിറ്റ് നമ്മൾ ഈ സാധനം സെക്കൻഡ് ദം ഇട്ട് റെഡിയാക്കി വെച്ചേക്കാം. 20 മിനിറ്റ്. ഓക്കെ, മാക്സിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ്. അപ്പൊ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് അല്ലേ? സ്റ്റീമൊക്കെ വരുന്നതാണോ? ഇതാണ് ബിരിയാണി. നമ്മൾ ആക്ച്വലി ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇഡലി കുട്ടത്തിനകത്ത് വെച്ച് അങ്ങനെ നമുക്ക് എടുക്കാം. അതെ, അപ്പോൾ എന്നാലും അതൊരു കറക്റ്റ് ഫിനിഷ് കിട്ടും. അതായത് നമ്മൾ മറ്റേ ഇഡലി കുട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പുട്ടൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന സാധനമില്ല. അതല്ലേ? ആ സാധനത്തിനാണ് ഇവരുടെ നാട്ടിൽ ഇഡലി കുട്ടം എന്ന് പറയുന്നത്. മറ്റേ പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അടിയിൽ നിന്ന് കുത്തുമ്പോൾ ഒരു സാധനം വന്ന് വീഴത്തില്ലേ? അല്ല ഞാൻ ചോദിച്ചത് ഇത് നമ്മൾ എങ്ങനെ അതിനകത്ത് വെക്കും? അതിന്റെ തട്ടെടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് വെക്കും. അമ്മയുടെ ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചത് ഈ കരിക്കിന്റെ ആവശ്യമില്ല. കരിക്കിന്റെ ആവശ്യം വേണമല്ലോ. കരിക്ക് ഇങ്ങനെ വെക്കും അതിനകത്ത്. വീണൊന്ന് കിട്ടി. അതിനകത്ത് ഇത് അതിനകത്ത് അമ്മയെടുത്ത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയല്ല അതിന്റെ ഷേപ്പ് അല്ലേ? വലിയ ഇഡലി കൂട്ടത്തിനകത്ത് കേട്ടോ. ശരി, അപ്പൊ നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നമ്മളിപ്പോ പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പ്ലേറ്റ് ചെയ്യുന്നത്. കാണാൻ തന്നെ ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഷെഫ്? ആവി പറക്കുന്നില്ലേ? കാണാമോ? പിന്നെ നമുക്ക് ഒരു ചിരട്ട എടുക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് മസാല ഇട്ടു, കുറച്ച് റൈസ് എടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഇല കൊടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഡ്രോപ്പ് ചെയ്യും. ഇതാണ് ഓക്കെ. പ്ലേറ്റിംഗ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകം. ഇതിന് പറയുന്നത് ആംബ്രോസിയ എന്ന് പറയുന്നത് എൻ്റെ ടീ ആണ്. ആംബ്രോസിയ ഇറ്റ്സ് കോൾഡ് ദ ഡ്രിങ്ക് ഓഫ് ഗോഡ്സ്. ഡ്രിങ്ക് ഓഫ് ഗോഡ് ബിക്കോസ് ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ എന്ന് പറയുന്ന ബ്ലൂ പീ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് റൈസ് സെറ്റ് ചെയ്യുന്നു. പ്ലേറ്റിംഗ് മാത്രമായിട്ട് പഠിക്കാൻ പറ്റുമെന്നാണോ? അതിന് മാത്രം ഒരാളെടുക്കും. പ്ലേറ്റിംഗ് ഒരു കലയല്ല എന്തായാലും. എല്ലാം ഒരു കലയാണ്. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് ഒരു എക്സ്പെർട്ട്. അതെ അതെ. ഇതിപ്പോ കണ്ടോ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കുന്നത്? പപ്പടം, ചുട്ട പപ്പടം, കാന്താരി ചമ്മന്തി. അല്ലേ? കാന്താരി ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? മാങ്ങ അച്ചാർ, കടുവ മാങ്ങ അച്ചാർ, ഇവര് മുട്ടയൊക്കെ വെച്ചൊരു ചിക്കൻ ബിരിയാണി അല്ലേ? നമുക്കിങ്ങനെ ആ മുട്ട തന്നെ ക്യൂട്ടായിട്ട് സെറ്റായില്ലേ? അപ്പൊ ഒരു കേരളീയൻ കളിനറിക്ക് ഇതിലും കൂടുതൽ എന്താ ചെയ്യാം അല്ലേ? നമ്മളിങ്ങനെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? റൈത്തയും കൂടെ വേണം. കുറച്ച് റൈത്തയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ? തോണ്ടിയിടുന്നു. സെർവിങ് നല്ല ഒരു അരോമയൊക്കെ വരുന്നുണ്ട്. ആര് എന്ത് ഞാൻ 1-2 ടേംസ് ഒക്കെ പഠിച്ചിട്ട് വന്നത്. എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് എല്ലാം ഇവിടെ കസറുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക. തീരെ റൈനിയെങ്കിലും ഞാനത് എവിടെയെങ്കിലും ഇതൊരു ചോദ്യം മാറി തന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. couple of friends, yeah. Okay. അപ്പോൾ നമ്മൾ ബിരിയാണി ചമ്മന്തി കൂടി കഴിക്കാൻ പോകും. ഓക്കെ. ബിരിയാണി എടുക്കുന്നു, മാങ്ങാച്ചാർ എടുത്തു, ഉരുട്ടുന്നു അല്ലേ? വാരി കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട. ചവച്ച് കഴിക്കുക. കുറച്ചുകൂടെ തരാം. ലൈഫ് കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതെന്ന് ചോദിച്ചാൽ ഷെഫ് തന്നെ. പൊളിയല്ലേ?
ബിരിയാണി എന്നുവെച്ചാൽ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണിയുടെ അല്ല ഇത് വേറൊരു സാധനം വേറെ ലെവൽ നമ്മുടെ കേരളം നമ്മുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് അറിയാണ്ട് ആ ടേസ്റ്റ് ഒന്നുകൂടെ കഴിച്ചോ നശിപ്പിക്കാം പറയാനുള്ളതല്ലേ. ആ ക്യാമറമാന്മാര് വെള്ളം ഇറക്കി വയറിളക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിച്ചു. അവനാണെങ്കിൽ ഇവിടെ ശബ്ദം അടിക്കുന്നത് എനിക്ക് ടൈറ്റാനിക് കപ്പലൊക്കെ അവനിടയ്ക്ക് 2 പ്രാവശ്യം വന്ന് നോക്കിട്ട് പോയതാ. അടിപൊളി. താങ്ക് യു. Really nice. Thank you so much. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു 5,000 rupees per month. ഞാൻ ഫസ്റ്റ് സ്റ്റുഡന്റ് ഈ ബാച്ചിന്. So give me a hug. Sure. Thank you so much. Thank you so much. വാ വന്നോ കഴിച്ചിട്ടു വാ ഓടിയാ കാര്യട്ടോ ചവയ്ക്കുക കഴിക്കുക. ഫാദറെ ആന്ധ്രയെന്ന് കിടന്ന് കഴിച്ചതല്ലേ ചെറുത്തമെന്ന് ആസാം ചവച്ചു. ഉപ്പിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അടുത്ത ലെവലിലേക്ക് എന്റെ ടേസ്റ്റ് ആണ് ക്ലിയർ ചെയ്യാം. ഓക്കെ കൈ പിടിച്ചു ഇത് ഷെൽഫിൽ ഇതിനാ തല കടിച്ച് തിന്നുന്നെന്ന് പറയുന്ന ഈ മുട്ടയുടെ ഇത് പിടിക്കുക. ഇനി എന്റെ തല കടിച്ച് തിന്ന അല്ലെ ഒരുമിച്ച് തിന്നണം. കഴിച്ചു തല പിടിച്ചോ. ആംബ്രോസിയ ടീ ഒറ്റ സിപ്പ് ഒന്നും പറയാം. ടക്കീലല്ല ഷോട്ട് അടിക്കണോ എന്തൊരു നിങ്ങളിത് കാണുന്നുണ്ടല്ലേ. കൊച്ചിന് കുക്കിംഗ് അറിയില്ല. കിട്ടിയ ഉടനെ ബോട്ടം സോപ്പ് ആണോ ഔട്ട് ഓഫ് ദ സിലബസ്. അദ്ദേഹത്തിന് കൊടുത്തില്ല. പോർ ഫെല്ലോ. ഓ ഇത് കിട്ടില്ലെന്നാണോ. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരും. എന്തുകൊണ്ട് സ്പെഷ്യൽ? ഞാൻ പറയാം ഇങ്ങനെ ചിക്കൻ ബിരിയാണി പൊറോട്ട ഉണ്ടോ ബീഫുണ്ടോ? ഞാൻ പറഞ്ഞു എന്നിട്ട് പുറത്തിറങ്ങിയില്ല. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പൊറോട്ട ബീഫിൽ എന്ത് പറയാനാ. ആ ക്യാമറയുടെ ബാക്കിൽ ചെറുപ്പക്കാരനെ വിളിച്ച് നിനക്കൊണ്ടൊരു പണി ചെയ്താ വാ ചവച്ചു കഴിച്ചു. ഷെഫ് ഇത്രയും നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി തന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കഴിക്കാൻ സന്തോഷമുള്ള നമ്മുടെ പരിപാടി എന്തായാലും ഏകദേശം തീരാറായി. വൈൻഡ് പറയാറായി. പക്ഷെ എനിക്ക് ഇത് കഴിച്ചോണ്ട് ഞാൻ പറയാന്ന് വെച്ചു. അപ്പൊ എനിക്ക് 2 വായി കൂടെ എക്സ്ട്രാ കഴിക്കാമല്ലോ. താങ്ക് യു സോ മച്ച് ഷെഫ് ഇത്ര അടിപൊളി ഒരു ഡിഷ് തന്നതിന്. പിന്നെ അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. അത് ഇവരെല്ലാവരും പറഞ്ഞത് ആക്ച്വലി സുധി ഭയങ്കര കുക്കാണ്. സുധി ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും. അവസരം കൊടുക്കണം ഷെഫിനെ ഞെട്ടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിനെ കൊണ്ട് പാചകം ചെയ്യുമ്പോൾ മോശമല്ലേ. അപ്പം എന്തെങ്കിലും ഒരു പണി തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോഴേ മനസ്സിലായി കൈ പൊള്ളുന്നു, വേദനിക്കുന്നു, അടുപ്പ് കത്തുമ്പോൾ ചാടുന്നു. എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാം. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഷെഫിന്റെ ശിഷ്യയാണ് ഞാൻ. പിന്നെ വൺ തിങ് ഹാവ് ടു ടെൽ യു, എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ബേസിക്കലി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇത്തിരി അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്ര വലിയ ഷെഫിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ കുറച്ച് ദേഷ്യപ്പെടും, കുറച്ച് ടഫായിരിക്കും അങ്ങനെയായിരുന്നു. ബട്ട് യു വാസ് സോ മച്ച് ഫൺ ടു ബി അറൗണ്ട് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് everything over here. So see, this is basically a show, entertainment. Yeah. Once you come to a serious game, okay, heads up guys. ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു. ഇങ്ങനല്ലെന്ന്. Dine like a king. Absolutely. Dine like a king and queen. Thank you so much, chef. Thank you so much. Thank you. Yeah.